അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കളെ, ഞാനിട്ടിരിക്കുന്ന പോസ്റ്റ് ഞാനിന്ന് രാവിലെ അതിന് ദൃക്സാക്ഷിയായിരുന്നു. ആ സംഭവത്തിന് ഏഴിമല ഉസ്താദിൻ്റെ ഖബർ നിലകൊള്ളുന്നത് ചെറുവാടി ജുമാഅത്ത് പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മെഡിക്കൽ കോളേജിലെ തൊലി വിഭാഗം പ്രൊഫസറാണ്. അദ്ദേഹം ഞാനും ഒരു ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം ഏത് കാര്യങ്ങളും എന്നെ വിളിക്കും. ഞങ്ങൾ കുടുംബസമേതം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വിഷയത്തിൽ ഇടപെടാറുണ്ട്. അപ്പോൾ എന്നോട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദവി എന്തായാലും വരണം, ഒരു കാര്യപ്പെട്ടൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ പോയതായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വാപ്പ വല്യപ്പായുടെ ഖബർ 2 അടി നീണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാനത് കേട്ടപ്പോൾ എന്താ പറയുക, ഒരു അങ്ങനെ ഉണ്ടല്ലോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ കൊണ്ടുള്ളൂ. ഏതായാലും ഇന്ന് രാവിലെ പോയി ഡയറക്റ്റായിട്ട് ആ ഖബർ പറഞ്ഞ മാതിരി തന്നെ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല അത്രത്തോളം. അതായത് ആ ഖബറിൻ്റെ മീസാൻ കല്ലിനോട് ചാരി വെച്ചിരിക്കുന്ന ആ ചെടി ഉണ്ടല്ലോ, അതടക്കം അങ്ങോട്ട് നീണ്ടിരിക്കുകയാണ് 2 അടി. ഞാൻ ലൈവായിട്ട് കറക്റ്റ് കണ്ടതാണ്. അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഇവരെ ജമാഅത്താരാണ് മക്കൾ എന്ന് പറയുമ്പോൾ 7 ആമക്കളാണുള്ളത്. അതിൽ 5 പേരും ജമാഅത്തിൻ്റെ നേതാക്കന്മാരാണ്, സമുന്നത നേതാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ ലത്തീഫ് ഡോക്ടറും, അതായത് പേരക്കുട്ടിയും, പിന്നെ സുന്നികളായ 2 പേരിൽ ഒരാൾ, മറ്റാൾ ലത്തീഫ് ഡോക്ടർ ബാപ്പായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ 40 കഴിഞ്ഞു. അയാളും പിന്നെ ഈ ലത്തീഫ് ഡോക്ടറും ഇവരൊക്കെ കൂടിയിട്ട് ഖബറിന് ചെറുങ്ങനെ ഹോളോ ബ്രിക്സ് കൊണ്ട് ഇങ്ങനെ പടവുണ്ടാക്കി, ചെറിയ പടവ്. അപ്പോൾ അവർ കമ്മിറ്റിക്ക് എഴുത്ത് കൊടുത്തു, ഈ ജമാഅത്ത് നേതാക്കന്മാർ അത് പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട്. ആ എഴുത്ത് കണ്ടതിൻ്റെ പേരിൽ അത് പിന്നെ പൊളിക്കൂലെന്ന് വരും. അപ്പോൾ എന്നാൽ പിന്നെ അത് തെളിയിക്കണമെന്നായി. അവർ തെളിയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കത് പരിപൂർണ്ണമായിട്ടും കളച്ചിട്ട് കാണണം. അതിൻ്റെ കീ ഖബർ എവിടെ വരെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ കീ ഖബറിന് ഇങ്ങനെ അടിയിൽ പടവുണ്ടാവില്ല, ആ പടവ് എവിടെ വരെ എത്തിക്കണ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഞാനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ വന്നു, ഇവർ ജമാഅത്ത് നേതാക്കന്മാരെല്ലാവരും കൂടി പിന്നെ മടക്കൂത്തൊക്കെ കുത്തി കൈക്കോട്ടും വിക്കാസൊക്കെ വാങ്ങി കൊണ്ടുവന്നുകൊണ്ട് അവരങ്ങ് കളക്കാൻ തുടങ്ങി. അവിടെ കുയ്യുണ്ട്, സാധാ കളക്കണ കുയ്യ. മൂപ്പർ പറഞ്ഞു, ഈ പാതകത്തിന് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒരിക്കലും ഇതിനെ ഒരു സഹായം ചെയ്യില്ല, ഞാൻ പോവാണ്. അയാൾക്ക് വല്ലാത്ത ബേജാറിൽ അയാൾ പോയി. ഞാൻ ഒരിക്കലും ഈ പാതകം ചെയ്യില്ല, ഇത്രയും വലിയ മഹാൻ്റെ ഖബർ ഞാൻ ഈ കോലത്തിൽ കളച്ചു മാന്തൂല, എനിക്കതിനാവില്ല എന്ന് പറഞ്ഞ ആൾ പോയി. അങ്ങനെ ഇത് കളക്കുന്നത് കംപ്ലീറ്റ് ഈ പറയപ്പെട്ട ജമാഅത്തിൻ്റെ നേതാക്കന്മാർ നമ്മളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെ കളം കെട്ട് തുടങ്ങി. നടുവിലാണ് ആദ്യം കളച്ചത്. പിന്നെ ഖബറിൻ്റെ കാൽഭാഗം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സുന്നികൾ തലഭാഗം നീട്ടി വെച്ചതാണ്, അങ്ങനെ നീണ്ടിട്ടൊന്നുമില്ല എന്നാണ് ഓല വാദം. നമ്മൾ പറഞ്ഞാൽ നമ്മൾ തലയും ഭാഗം നീട്ടാൻ നിന്നില്ല, അത് കാൽഭാഗം ഓട്ടോമാറ്റിക് നീണ്ടുപോയതാണെന്നാണ് നമ്മളെ വാദം. അങ്ങനെ കളച്ചാൻ കെട്ട് തുടങ്ങി ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതായത് ആ കീ ഖബർ നീണ്ട് 2.5 അടിയോളം ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവിടെ ഉണ്ടല്ലോ, ഈ കീ ഖബർ കൈയിനോടത്തുണ്ടാവില്ല, നമ്മൾ കുത്തനെ ഒരു കല്ല് വെച്ച് ആ കല്ല് എത്തുന്നത് വരെ കളച്ചിട്ട് അവരുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ആ ടാപ്പ് കൊണ്ട് അളന്നു. 6:30 കഴിഞ്ഞ് 8:30 കൃത്യമായിട്ട്, അതായത് തലഭാഗം മുതൽ കാൽഭാഗം വരെ 8.5 അടി കറക്റ്റ് നീണ്ടു കിടക്കുന്ന രംഗം കെട്ട് കണ്ടപാടെ ഇവരിങ്ങനെ നമ്മളെ ബസർത്ത് ഇങ്ങോട്ട് വലിച്ചാൻ തുടങ്ങി. ഫുള്ള് അങ്ങോട്ട് ബസർത്ത് വലിച്ചാൽ ആകെപ്പാടെ ഇങ്ങനെ ആ രംഗം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഒക്കെ നേതാക്കന്മാരില്ലേ, ഓല തലതൊട്ടമ്പൻ നേതാക്കന്മാരാ. അവരിങ്ങനെ വിയർത്തിങ്ങനെ ഒലിക്കുക. ആ സമയത്ത് എന്ത് പറഞ്ഞാൽ അവരോട് സമ്മതിച്ചിട്ട് ഇവിടുന്ന് വിടുള്ളൂ, നിങ്ങൾ സമ്മതിച്ചിട്ട് ഇവിടുന്ന് വിടുള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ലാസ്റ്റ് ഇത് സമ്മതിച്ചില്ല ചോദിച്ചു. ആ സമ്മതിച്ചു പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചതിന് ശേഷം നമ്മൾ ഫാത്തി ഓതി റാഹത്തായി ദ്വാരന്നിട്ട് അങ്ങോട്ട് പോകുന്നൊക്കെയാണ്. പിന്നെ അതിന് ശേഷം പോലീസ് വന്നു. പിന്നെ പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല, രമ്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സുപ്രഭാതത്തിൽ നിന്ന് നമ്മളെ നവാസ് പൂവിനൊരു ടീം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പത്രങ്ങൾ മറ്റൊക്കെ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിവരം. ഏതായാലും ഞാനവിടെ ദൃക്സാക്ഷിയായിരുന്നു. ഒരു വലിയൊരു സംഭവം ആണിത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൗദൂദികളുടെ ഷറിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ പ്രസ്ഥാനത്തെയും എല്ലാം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാം.